വോട്ട് ക്രമക്കേട് ആരോപണം കോൺഗ്രസ് കത്തിക്കുമ്പോൾ തൃശൂർ MP എവിടെ എന്ന് സോഷ്യൽ മീഡിയ ട്രോളുകൾക്കിടെ സുരേഷ് ഗോപി ഇന്ന് തൃശൂരെത്തി. മാധ്യമങ്ങളോട് പതിവ് ശൈലിയിലുള്ള പ്രതികരണമില്ല. എല്ലാറ്റിനും നന്ദി എന്ന കൊള്ളിച്ചുള്ള ഒരു വാക്കു മാത്രം. മാധ്യമങ്ങൾ പുറകെ കൂടിയിട്ടും ഒന്നും മിണ്ടിയില്ല കേന്ദ്രമന്ത്രി. തൃശൂരിലെ BJP ജയം മുന്നണികൾക്കുണ്ടാക്കിയ അമ്പരപ്പ് അത് ഒട്ടും കുറയുന്നില്ല എന്നാണോ? രാഹുൽ ഉയർത്തിയ ആരോപണത്തിന് ചുവട് പിടിച്ച് തൃശൂരിൽ മാത്രം കോൺഗ്രസ് കടിപ്പിക്കുന്നത് എന്തിനാണ്? കള്ളവോട്ടിൻ്റെ കേരളത്തിലെ അപ്പോസ്തലന്മാർ ആരെന്നറിയാത്തവരൊന്നും അല്ലല്ലോ കോൺഗ്രസ് നേതാക്കൾ. ആറ്റിങ്ങലിലെ ഇരട്ട വോട്ടുകളും കള്ളവോട്ടുകളും അടൂർ പ്രകാശ് ഇറങ്ങി വെട്ടിയത് ഓർക്കണം. രമേശ് ചെന്നിത്തല സമാനമായ ആരോപണം ഉന്നയിച്ച് മുൻകരുതലെടുത്തതും ഓർക്കണം. അതൊന്നും അതിനൊരു തുടർച്ചയുണ്ടാക്കാനും ഏറ്റെടുക്കാനും തയ്യാറാകാത്തവർ ഇപ്പോൾ കേസും പരാതിയും മറ്റുമായി പോകുന്നു. BJPയുടെ പ്രതിരോധം സോണിയാഗാന്ധിയെ ആരോപണ വിധേയാക്കിയാണ്. 1983 ഇന്ത്യൻ പൗരത്വം ലഭിച്ച സോണിയയ്ക്ക് അതിന് മുൻപേ ഇവിടെ വോട്ടുണ്ടായിരുന്നു എന്ന ആരോപണം ഗൗരവമുള്ളത് തന്നെ. കൂടാതെ വയനാട്ടിലെ കള്ളവോട്ടിൻ്റെ കണക്കും BJP നിരത്തുകയാണ്. അപ്പോൾ ആരും ശുദ്ധരല്ല. അന്വേഷിക്കണ്ടേ? ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ടെത്തണ്ടേ? ജനാധിപത്യം പുലരട്ടെ. ഇനിയുള്ള ഈ നേതാക്കളുടെ നീക്കം അതിനുവേണ്ടിയാകട്ടെ.